ജോർജ് ജോസഫ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് റാന്നി കോടതി. ഇവിടെ നമുക്കറിയാം വളരെ പ്രമാദമായ വിവാദമായ ഒരു കേസാണ്. നിർണായകമായ തെളിവുകൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യമുനകൾ ഇപ്പോഴുമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു, ഇനി എത്താൻ പല പ്രമുഖരുമുണ്ട്. ആ രീതിയിലേക്ക് തന്നെയാണ് നമുക്ക് പ്രാഥമികമായ നിഗമനങ്ങളും സൂചനകളും ഉള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം നിർണായകമാണ്? ഇപ്പോൾ എന്തായാലും അസാധാരണമായ രീതിയിലാണ് പോലീസ് കസ്റ്റഡി 14 ദിവസം കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രതിയെ കോടതി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ റിമാൻഡ് ചെയ്യും. അതിനുശേഷം പ്രതിയെ കസ്റ്റഡി കൊടുക്കണോ വലിയൊരു ആർഗ്യുമെന്റ് പ്രതിയുടെയും പ്രോസിക്യൂഷൻ ഭാഗവും കോടതി നടത്തിയിട്ടാണ് സാധാരണഗതി കൊടുക്കുന്നത് ഒരു 6-7 ദിവസത്തേക്കുള്ളിൽ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഇപ്പം 14 ദിവസം ഒന്നിച്ച് കൊടുത്തിരിക്കുക. 30-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തത്. ആ കേസിന്റെ പ്രാധാന്യം രണ്ടാമത് ഹൈക്കോടതിയാണ് ഇതിനകത്ത്, ഡിവിഷൻ ബെഞ്ചാണ്, ദേവസ്വം ബോർഡ് ബെഞ്ച് തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. അതിനപ്പുറത്തോട്ട് നമുക്ക് പോകണം. അപ്പൊ ആ ബെഞ്ചാണ് ആ കാര്യത്തില് ഒരു ഡയറക്ഷൻ പോലീസ് കൊടുത്ത് SIT രൂപീകരിച്ചത്. തീർച്ചയായിട്ടും ആ അന്വേഷണം ആ രീതിയിലേക്ക് കാണാൻ. അതുകൊണ്ടാണ് ലോവർ കോടതി പെട്ടെന്ന് ചോദിച്ച ദിവസം കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് പ്രതിയുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കുന്നതിന് 10 മിനിറ്റ് അനുവദിക്കുകയും ചെയ്തു. രഹസ്യമായിട്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അനുസരിച്ച് കോടതിയിലെ പ്രതിഭാഗത്തിന്റെ വക്കീലും ഈ പ്രതിയും ഒന്നിച്ച് സംസാരിക്കാൻ, ബാക്കി എല്ലാവരെയും ഇറക്കി നിർത്തി 10 മിനിറ്റ് സംസാരിക്കാൻ അവകാശം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതി 14 ദിവസത്തിന് കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. അസാധാരണമായ ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു കേസിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സൂചനകൾ തന്നെയാണ് മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. SIT സംഘത്തിന് അതിനിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് ലഭിച്ചത്. ഇതിനുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തിന് അത്രത്തോളം ഗൗരവത്തോടെയുള്ള ഒരു ഇടപെടലും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് വലിയ കോടതി, ഹൈക്കോടതി മുതൽ താഴത്തെ ലോവർ കോടതി ഇപ്പൊ റിമാൻഡ് കസ്റ്റഡി കൊടുത്ത കോടതി വരെ അതിഗൗരവത്തോട് തന്നെയാണ് ഈ കാണുന്നത്. കാരണം അത് ശബരിമല ഭഗവാന്റെ അവിടുന്ന് ആ സ്വർണ്ണക്കടത്ത്, സ്വർണം തട്ടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു കൃത്യമാണ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ആ ഭഗവാന്റെ അവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റി നോക്കേണ്ടതും അവിടുത്തെ ഭഗവാന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് കുമ്പിട്ട് നിൽക്കുന്നവന്മാർ തന്നെയാണ് ഈ കള്ളത്തരം കാണിച്ച് സ്വർണം അടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് തന്നെയല്ല, ഇതിനകത്ത് വളരെ ദൂരം ആ SITക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം 14 ദിവസം കൊടുത്തെങ്കിലും കൽപേഷ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവന്റെ കയ്യിലാണ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. അവനിപ്പോൾ ഒളിവിൽ പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹൈദരാബാദിൽ ഒരാളുണ്ട്. അപ്പൊ ഇവരൊക്കെ അവരെ നിന്നൊക്കെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ അതിന് താമസം ഉണ്ടാവും. മറ്റവർ ഒളിവിൽ പോയി. അതുകൊണ്ട് ഈ 14 ദിവസം കസ്റ്റഡി കൊടുത്തുകൊണ്ട് തൃപ്തികരമാകും എനിക്ക് തോന്നുന്നില്ല. കാരണം ജോർജ് ജോസഫ്, ഇവിടെ പല പ്രമുഖരും ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരുടെ അടക്കം പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളും അത്തരത്തിലേക്ക് എത്തി എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൽപേഷ് അടക്കം ഒരു കാൽപ്പനിക, ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. നാഗേഷിലേക്ക് അങ്ങനെ പല പേരുകളും നീണ്ടുപോവുകയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ പേരുകളിലേക്ക് മാത്രം അന്വേഷണം ഇങ്ങനെ കറങ്ങി നിൽക്കാനൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഉന്നത അധികാരികളെയും സർക്കാരിൻ്റെ അടുപ്പക്കാരെയും രക്ഷിക്കാനുള്ള ഒരു നീക്കം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെ കാണുന്നു? അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ആ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലുള്ളവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ, സമ്മതമില്ലാതെ അവർക്കൂടെ ഷെയർ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ഇത് നടന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശബരിമല ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഒരു സാധനവും ദേവന്റെ മുമ്പിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പ്രാഥമിക നിയമം. അത് വ്യതിചലിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് അന്നത്തെ കാലത്ത് ഉത്തരവാദിത്തം പറയണ്ടേ, അതിലെ അറസ്റ്റ് ചെയ്യണ്ടേ? അതെങ്ങനെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്? ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു സംഭവം നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. കാരണം 60 പേരെ നിർത്തി 3-4 മാസം കൊണ്ടാണ് ആ വ്യവസായി തുടക്കത്തിൽ 1998 44 കിലോ സ്വർണം അവിടെ പൂശുകയും അവിടെ പൊതിക്കുകയും ചെയ്ത് നമ്മൾ ആലോചിക്കണം. അത്രയും വലിയ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട്, അത്രയും വലിയ തൊഴിൽ അവിടെ ഉണ്ടായിട്ട് അത് അവിടെ തന്നെ ചെയ്യുകയാണ്. അത് ഇതിനകത്ത് നമുക്ക് ഈ
ഈ സ്വർണം കടത്തിയ അല്ലെങ്കിൽ ചെമ്പിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അത് വലിയ പ്രോസസ് ഒന്നുമല്ല. അത് അത് വേണമെങ്കിൽ നമ്മുടെ ശബരിമല അത് ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള മിഷനറി സൗകര്യം അവിടെ കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ക്രെയിൻ ഉപയോഗിച്ചിട്ട് ആ സാധനം അങ്ങ് മുകളിൽ എത്തുമായിരുന്നു. പക്ഷേ വ്യതിചലിച്ച് അവരൊരു പുതിയ ഒരു റിപ്പോർട്ട് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു സാങ്ഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് തന്നെയെന്നത് യാതൊരു മാറ്റവും ഉറപ്പുമില്ല. ചെമ്പ്, അത് സ്വർണം പൊതിഞ്ഞ ചെമ്പെന്ന് മകസറി കിടക്കുന്നത് ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റും അവരുടെ ശിങ്കിടികളും ആ സ്വർണം പൊതിഞ്ഞെന്നുള്ള മാറ്റിക്കളഞ്ഞിട്ട് ചെമ്പ്, അതാണ് ആ കേസിന്റെ ഒരു പ്രത്യേകത. എന്നൊരു ഡിസോണസ് ഇന്റൻഷൻ അല്ലേ അത്? മോശ വിചാരം തന്നെയാണ്, പണം അടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇതിനകത്ത് 4-5 കിലോ സ്വർണം അവിടുന്ന് ഇപ്പം മനസ്സിലാകുന്നത് 5 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൂടെ വെളിയിൽ പോയിരിക്കുന്നു. അതിന്റെ ഷെയർ ആരൊക്കെയാണ് പറ്റിയിരിക്കുന്നത് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം അങ്ങനെ ഒരു സാങ്ഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല. ഒരു ശക്തിക്കും അവിടെ അധികാരമില്ല. ദേവന്റെ മുമ്പിലുള്ള ആ കൃത്യമായ ആ അല്ലെങ്കിൽ സ്വർണം പൂശിയതും അല്ലെങ്കിൽ ദാരുശില്പങ്ങൾ ഒന്നും വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇളക്കി കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ തന്നെ ചെയ്യണം. അതാണ് അതിന്റെ സങ്കല്പം, അങ്ങനെയാണ്. അപ്പൊ അത് വ്യതിചലിച്ച് കൊണ്ടുപോകുന്ന ഇവന്മാരൊക്കെ കള്ളന്മാരാണ്, നിരീശ്വരവാദികളാണ്. അത് യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ശബരിമലയിലെങ്കിലും ഒരു ഈശ്വര വിശ്വാസിയെ തന്നെ പ്രസിഡന്റ് ആക്കണം. ഏതായാലും നമ്മളൊക്കെ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സീനിയർ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ഒരാളെ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കണം. ഗവൺമെന്റ് അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കാൻ കഴിയുള്ളൂ. കാരണം ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ ഒന്നും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ദേവസ്വം, അത് എന്തിനാണ് ഇത്രയും ക്ലാർക്കന്മാര്, ദേവസ്വം കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് തുടങ്ങി എത്രയോ പേരാണ് അവിടെ വരുന്ന നേർച്ച അല്ലെങ്കിൽ ആ പണം അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സീനിയർ IAS ഉദ്യോഗസ്ഥനെ കൃത്യമായിട്ട് അദ്ദേഹം അറിയാതെ അവിടെ ഒന്നും ചലിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംവിധാനത്തിലൊരു ഗവൺമെന്റ് വരണം. അതിനുശേഷം ഈ മോശം നിർത്താനൊക്കെ ഉള്ളൂ. ഇപ്പം മോഷ്ടിച്ച പല സംഗതികളും നമുക്ക് കണ്ടെടുക്കണമെങ്കിൽ സമയം പിടിക്കും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് അയാളെ പ്രോബ് ചെയ്താൽ തന്നെയും അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാനേ കഴിയില്ല. കാരണം അയാള് അവിടെ 2007 ഒരു കീഴ്ശാന്തിയുടെ ശാന്തിക്കാരനായി അസിസ്റ്റന്റ് ആയിട്ട് വന്ന് കയറിയവൻ ശബരിമല മുഴുവൻ അവന്റെ കൺട്രോളിലാക്കിയത് എങ്ങനെയാണ്? അവിടുന്ന് വെട്ടിച്ചു കൊണ്ടുപോകുന്ന പണത്തിന്റെ ഷെയർ എല്ലാവർക്കും കൊടുത്തുകൊണ്ടല്ലേ? അതാണ് അവിടെ നടന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു തരത്തിലും പൊറുക്കാൻ കഴിയില്ല.